പത്തനംതിട്ട കലഞ്ഞൂർ കൊന്നേലയ്യത്തെ കുടുംബങ്ങൾക്ക് ഭീഷണിയായി സബ് കനാൽ. കനാലിന്റെ കോൺക്രീറ്റ് പാളികൾ ഇളകി വീഴുന്നതും വീടിന്റെ പരിസരത്തേക്ക് വെള്ളം ചോരുന്നതും കാലങ്ങളായുള്ള പ്രതിസന്ധിയാണ്. കല്ലട ജലസേചന പദ്ധതിയുടെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന സബ് കനാലിൽ യാതൊരു അറ്റകുറ്റപ്പണികളും നടക്കുന്നില്ല എന്നാണ് പരാതി. രാഹുൽ ജീനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഗുഡ് മോർണിംഗ്. ഈ കാലങ്ങളായ അറ്റകുറ്റപ്പണികളൊന്നും നടത്തുന്നില്ല എന്ന് പറയുന്നു. അവിടങ്ങളിൽ ഈ പഞ്ചായത്ത് അധികൃതർ, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ തുടങ്ങിയ ആൾക്കാരൊന്നും ഇല്ലേ? ഈ കാര്യങ്ങളൊന്നും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താഞ്ഞിട്ടാണോ? മോദി, എന്തായാലും എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയിട്ടുണ്ട്. പരാതികൾ നൽകിയിട്ടില്ലെങ്കിൽ പോലും ഇത് ദൃശ്യങ്ങളായി നമ്മുടെ മുന്നിലുണ്ട്, ഇത് കാഴ്ചയായി ഉണ്ട്. ഈ അപകടം അത് സാമാന്യ യുക്തിയിൽ നമുക്ക് പ്രവചിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധിയും ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴും ഈ സബ് കനാലിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. ഈ പ്രദേശം പത്തനംതിട്ട കലഞ്ഞൂർ കൊന്നേലയം മാടപ്പാറ എന്ന പ്രദേശമാണ്. ഇവിടുത്തെ കുടുംബങ്ങൾ ഈ കാണുന്ന സബ് കനാലിൻ്റെ ചുവട്ടിലാണ്. അതുകൊണ്ട് ഈ ഞാൻ നിൽക്കുന്ന പ്രദേശത്ത് ഇതിന് 9 കുടുംബങ്ങളുണ്ട്. ഇത് 1 കിലോമീറ്ററിനകത്ത് നീണ്ടുപോകുന്ന സബ് കനാലാണ്. അതിനടുത്ത് ഇതിൻ്റെ 16 വീടുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാവുന്നത് പോലെ വെള്ളം ഇങ്ങനെ ചോർന്നൊലിക്കുകയാണ്, സദാസമയവും ചോർന്നൊലിക്കുകയാണ്. അതുമാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പോലെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണിട്ടുണ്ട്. നമുക്ക് ആ സബ് കനാലിൻ്റെ ഭാഗങ്ങൾ കാണാം. അടർന്നു വീണ് ഈ കോൺക്രീറ്റ് കമ്പികളെല്ലാം നമുക്ക് പുറത്തേക്ക് കാണുന്ന രീതിയിലേക്കുള്ള വലിയ പ്രതിസന്ധി ഇവിടെയുണ്ട്. അങ്ങനെ ഭയപ്പെട്ടാണ് ആളുകൾ ജീവിക്കുന്നത്. വെള്ളത്തിൻ്റെ ഒഴുക്കൊന്ന് കൂടിക്കഴിഞ്ഞാൽ ഇത് മുഴുവനായി പൊളിഞ്ഞു പോകുമെന്നുള്ള പ്രതിസന്ധി പോലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായുള്ളത്. നമ്മളിപ്പോൾ നാട്ടുകാരും ജനപ്രതിനിധികളൊക്കെ നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും ഈ പ്രതിസന്ധി എന്തുകൊണ്ട് പരിഹരിക്കുന്നില്ല, അത് പരാതി നൽകാഞ്ഞിട്ടാണോ എന്നൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ മോത്തി ചോദിക്കുന്നത്, നമ്മുടെ ആങ്കർ ചോദിക്കുന്നത്. അങ്ങനെ പരാതി നൽകിയ കാര്യം തന്നെയല്ലേ? എത്രയോ വർഷമായി ഇത് നിങ്ങൾ അനുഭവിക്കുക? തീർച്ചയായിട്ടും പരാതി ഒരുപാട് പ്രാവശ്യം പരാതി കൊടുത്തതാണ്. KFBയുടെ അനാസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ കാണുന്നത്. ഒരു 35-40 കൊല്ലമായി ശരിക്കും ഇത് നിർമ്മാണം കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ട് ഇതിനൊരു മെയിൻ്റെനൻസോ മറ്റു കാര്യങ്ങളോ ഇതുവരെയായിട്ട് നടത്തിയിട്ടൊന്നുമില്ല. നോക്കിയത് ചെടികൾ വളർന്നിട്ടുണ്ട്. അത്രമാത്രം ഈ കോൺക്രീറ്റ് പാളിയൊക്കെ ഇളകി താഴേക്ക് വീഴാൻ നിൽക്കുകയാണ്. ഇപ്പോൾ ആളുകൾ കടന്നു പോകുന്ന സ്ഥലം കൂടെ അല്ലേ കുടുംബങ്ങൾ? തീർച്ചയായിട്ടും ഒരുപാട് കുടുംബങ്ങളും പോകുന്നത് ഇതുപോലെ വെള്ളം താഴോട്ടൊഴുകി ഈ കുടുംബങ്ങളുടെയൊക്കെ മുകളിലോട്ട് കണ്ടില്ല, വീടിൻ്റെ മണ്ട മുകളിലോട്ടൊക്കെയാണ് വീഴുന്നത്. ഇത് എന്തുകൊണ്ടായി പരിഹരിക്കാൻ പറ്റാത്തതെന്നാണ്? അത് KFBയുടെ അനാസ്ഥയാണ്. അവർക്ക് ഇപ്പോൾ എനിക്കൊന്ന് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ മുഴുവൻ കൈവരികളൊക്കെ നശിച്ച് പോയി കിടക്കുകയാണ്. കനാലിൻ്റെ അറ്റകുറ്റപ്പണികളും യാതൊന്നും നടത്താതെയാണ് വെള്ളം തുറന്നു വിടുന്നത്. അങ്ങനെയുള്ള ഒരു അനാസ്ഥയുടെ വലിയൊരു വകുപ്പിൻ്റെ മറുപടി നമുക്ക് എന്താ ലഭിച്ചിട്ടുള്ളത്? അവർ മെയിൻ്റെനൻസ് ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ അത് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും ഏറ്റവും പ്രധാനമായത് ഇവിടെ നമുക്ക് ഈ വെള്ളം വീഴുന്ന പ്രദേശത്തോടെ കാണാം. ഈ പ്രദേശത്തുണ്ടാകുന്ന ഒരു പ്രശ്നം, അത്രമാത്രം മണ്ണൊലിച്ചു പോവുകയാണ്. ഈ വീടിൻ്റെ ഈ അടിഭാഗത്തൊക്കെയുള്ള മണ്ണൊലിച്ചു പോകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളുമൊക്കെ ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ എത്ര കുടുംബങ്ങളുണ്ട്? ഏകദേശം ഒരു 25ഓളം കുടുംബങ്ങൾ ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. അവർക്ക് ഈ വെള്ളം വിടുന്ന സമയത്ത് വളരെ ദുരിതമായ പ്രദേശമാണ്. ഈ വെള്ളം വന്നു കഴിഞ്ഞാൽ ഏത് സമയത്തും അപകടമുണ്ടാകും. പണ്ട് ഇതുപോലെ ഏകദേശം ഒരു 2013 കാലഘട്ടത്തിൽ ഇതുപോലെ പ്രശ്നം ഉണ്ടായതാണ്. വെള്ളം ഓവർഫ്ലോ ആയി ചില വീടുകളിലൊക്കെ ഒളിച്ചു പോയതാണ്. അന്ന് തന്നെ ഇത് KFB റെഡിയാക്കണം. പിന്നെ അവർ എല്ലാ വർഷവും ചെറിയ പാച്ച് വർക്ക് മാത്രം ചെയ്ത് അവർ തടി രക്ഷപ്പെടുകയാണ്. കാരണം ഇത് ഒരുപാട് അപകടം ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തകരാറായിരിക്കുന്നതാണെന്ന് നമുക്കറിയാം. ഈ സബ് കനാൽ എത്രയും വേഗം അതിനൊരു ആരോഗ്യമൊക്കെ കൊടുത്തില്ല എങ്കിൽ അത് തകർന്നു വീഴാൻ സാധ്യതയുണ്ട്. ഈ വെള്ളം ലീക്കായി അതുവഴി ചോർന്നൊലിക്കുന്നതും പ്രശ്നമാണ്.